ഹലോ ഫ്രണ്ട്സ്, പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അനാക്കോണ്ടാസ് ദി ഹണ്ട് ഫോർ ദി ബ്ലഡ് ഓർക്കിഡ് എന്ന് പറഞ്ഞ സിനിമയുടെ ഡബിങ് കമ്പാരിസൺ ആണ് ചെയ്യാൻ പോകുന്നത്. വീട്ടിലേക്ക് പോവാം. സിനിമയുടെ ആദ്യം ഒരു റിവ്യൂ നമുക്ക് നോക്കാം. ഈ സിനിമ പണ്ടിറങ്ങിയതാണ്, പണ്ട് സൂര്യ ടിവിയിലൂടെ കണ്ടതാണ്. പക്ഷേ ചുമ്മാ ഒരു റിവ്യൂ ഇരിക്കട്ടെ അല്ലേ. അപ്പം ഈ സിനിമയുടെ വൺ ലൈൻ റിവ്യൂ എന്താണെന്ന് ചോദിച്ചാൽ, ജീവിക്കാൻ വേണ്ടി മരിക്കാനായി തയ്യാറാവുന്ന ഒരു കൂട്ടം ആൾക്കാർ. സിനിമയുടെ റിവ്യൂ അതാണ്. കാരണം ജീവിക്കാൻ വേണ്ടി, ഒരുപാട് നാൾ ജീവിച്ചിരിക്കാൻ വേണ്ടി ഒരു പൂ തപ്പി പോകുന്നു. ആ പൂ ഒരുപാട് അനാക്കോണ്ടകളുടെ കൂടാണ്ടിരിക്കുന്നത്. ഒരുപാട് പേരായിട്ട് പോകുന്നുണ്ട്, പക്ഷെ തിരിച്ച് 4-5 പേരെ ഉള്ളൂ. അതൊക്കെയാണ് ഈ സിനിമയുടെ ഒരു വൺ ലൈൻ. അനാക്കോണ്ടാസ് ദി ഹണ്ട് ഫോർ ദി ബ്ലഡ് ഓർക്കിഡ് എന്ന സിനിമയ്ക്ക് ഇതിനോടകം തന്നെ 2 ഡബിംഗാണ് ഉണ്ട്. ഒന്ന് സൂര്യ ടിവിയുടെ ഡബിങ്ങും ഒന്ന് ഫ്ലവേഴ്സ് ടിവിയുടെ ഡബിങ്. അതെ, 2 കോയയാണ്. പക്ഷെ ഇതിൽ ഏതാണ് നല്ല കോയ എന്ന് നമുക്ക് തിരഞ്ഞെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പം അത് നിങ്ങൾക്കും വിട്ടുന്നിരിക്കുന്നു. പിന്നെ എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആയിട്ട് ഞാനും പറയുന്നത്, അപ്പോൾ സൂര്യ ടിവിയുടെ ഡബിങ് നിങ്ങൾ കണ്ടിട്ടുള്ളതായിരിക്കും, ഫ്ലവേഴ്സ് ടിവിയുടെ ഡബിങ് നിങ്ങൾ കണ്ടിട്ടുള്ളതായിരിക്കും. ഫ്ലവേഴ്സ് ടിവിയുടെ ഡബിങ് കണ്ടിട്ടില്ലാത്തവർക്ക് നെറ്റ്ഫ്ലിക്സിലൂടെ കാണാനായിട്ട് സാധിക്കും. നെറ്റ്ഫ്ലിക്സിൽ സബ്സ്ക്രിപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ അനാക്കോണ്ടാസ് ദി ഹണ്ട് ഫോർ ദി ബ്ലഡ് ഓർക്കിഡിന്റെ ഫ്ലവേഴ്സ് ടിവിയിൽ വന്ന ഡബിങ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അന്ന് ടിവിയിൽ വന്നപ്പോൾ മിസ്സായിപ്പോൾ വിഷമിച്ചവർക്കെല്ലാം ഇപ്പം നെറ്റ്ഫ്ലിക്സിലൂടെ കാണാവുന്നതാണ്. പിന്നെ സൂര്യ ടിവിയുടെ ഡബിങ് ടെലിഗ്രാമിലൊക്കെ അവൈലബിൾ ആണ്. ഏതെങ്കിലും ഒരുപാട് ബോട്ടുകളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ ഏതെങ്കിലും ബോട്ടിൽ നോക്കിയാൽ ചിലപ്പോൾ നിങ്ങൾക്ക്. സോ ആദ്യം നമുക്ക് സൂര്യ ടിവിയുടെ ഡബിങ്ങിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ, സൂര്യ ടിവിയുടെ ഡബിങ്ങിൽ പണ്ട് ഇറങ്ങിയ ഡബിങ് ആയതുകൊണ്ട് തന്നെ ഒരാൾ തന്നെ 4-5 പേർക്ക് സൗണ്ട് കൊടുക്കും. But why? The coefficient of linear expansion is the position of the hemoglobin in the atmosphere. But why? അതെന്താണെന്നറിയത്തില്ല. ചിലപ്പോൾ ആ സമയത്ത് ഒരുപാട് ഡബിങ് ആർട്ടിസ്റ്റുകൾ ഇല്ലാത്തത് കൊണ്ടായിരിക്കാം. ഒരാൾ തന്നെ കുറേ ആൾക്കാർക്ക് സൗണ്ട് കൊടുക്കും. അതുപോലെ തന്നെ പണ്ടിറങ്ങിയ ഡബ്ബ് ആയതുകൊണ്ട് തന്നെ ഒരു കാര്യം ചോദിച്ചാൽ അതിനുള്ള മറുപടി ആയിരിക്കത്തില്ല തിരിച്ചു പറയുന്നത്. സാമാന്യ ബന്ധമില്ലാത്ത എന്തെങ്കിലുമൊക്കെ ആയിരിക്കും തിരിച്ച് പറയുന്നത്. പക്ഷേ ഇപ്പോഴത്തെ ഒരു പുതിയൊരു ഡബിങ് ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇറങ്ങുന്നതിന് ഒന്നും ആ ഒരു പ്രശ്നമില്ല. അതുപോലെ സൂര്യ ടിവിയുടെ ഡബിങ്ങിൽ ഒരു നൊസ്റ്റാൾജി അടിക്കും. അതല്ലാതെ ആൾക്കാർക്കൊക്കെ ചേരാത്ത മിസ്മാച്ച് ആയിട്ടുള്ള സൗണ്ടുകളാണ് കൊടുത്തിരിക്കുന്നതെന്നാണ് പറയാനുള്ളത്. അതുപോലെ ഫ്ലവേഴ്സ് ടിവിയുടെ ഡബിൽ നോക്കിക്കഴിഞ്ഞാൽ ലോ ബഡ്ജറ്റ് ചെയ്തതാണെങ്കിലും ഒരു വോയിസ് കാസ്റ്റിംഗ് ഒക്കെ ബെറ്റർ ആയിട്ടാണ് തോന്നിയിരിക്കുന്നത് സൂര്യ ടിവിയെ ഒഴിച്ചിട്ട്. സൂര്യ ടിവിയുടെ പണ്ടത്തെ ഡബിങ് ആയതുകൊണ്ട് തന്നെ ഒരുപാടധികം പോരായ്മകളുണ്ട്. അതെല്ലാം നികത്തിയിട്ടാണ് ഇപ്പോൾ ഫ്ലവേഴ്സ് ടിവി എടുത്തിരിക്കുന്ന പുതിയൊരു ഡബ് വന്നിരിക്കുന്നത്. അപ്പം അത് എത്ര പേര് കണ്ടു എന്നറിയത്തില്ല. കാണാത്തവർക്ക് നെറ്റ്ഫ്ലിക്സിലൂടെ കാണാവുന്നതാണ്. സോ അതാണ് പറയുന്നത്. നെറ്റ്ഫ്ലിക്സിലൂടെ എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് അറിയത്തില്ല. അക്കൗണ്ട് ഉള്ളവരെല്ലാം നെറ്റ്ഫ്ലിക്സിലൂടെ എടുത്ത് കാണുക, അല്ലാതെ വേറെ വഴിയില്ല, എവിടെ വന്നിട്ടൊന്നുമില്ല. സോ ഇനി ഫ്ലവേഴ്സ് ടിവി റീറ്റെയിൽ കാസ്റ്റ് ചെയ്യുമ്പോൾ ഒരുപക്ഷെ കാണാവുന്നതാണ്. സോ നിങ്ങൾക്ക് സൂര്യ ടിവിയുടെ ഡബ് കാണണമെങ്കിൽ ടെലിഗ്രാമിലൊക്കെ അവൈലബിൾ ആണ്. സോ എനിക്ക് ഇച്ചിരി കൂടെ ബെറ്റർ എന്ന് തോന്നുന്നത് ഫ്ലവേഴ്സ് ടിവിയുടെ ആണ്. സോ അതാണ് അനാക്കോണ്ട ഹണ്ട് ഫോർ ദി ബ്ലഡ് ഓർക്കിഡിന്റെ ഒരു ഡബിങ് കമ്പാരിസൺ പോലെ ചെയ്യാനുള്ളത്. പിന്നെ ഈ പടത്തിൽ ഏറ്റവും നന്നായിട്ട് അഭിനയിച്ചിരിക്കുന്ന ആരാണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ? ഈ പടത്തിൽ ഞാൻ പറയും, ആ കൊരകനാണ്. അതെ, പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ജസ്റ്റ് അനാക്കോണ്ട അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ ചുമ്മാ വാർക്കുക, അത്രേ ഉള്ളൂ പരിപാടി. ഞാൻ എന്തോ ഉണ്ടാക്കാൻ വന്നു, ഞാൻ നിന്റെ വീട്ടിനകത്ത് വന്നു. അതുപോലെ അനാക്കോണ്ട സീരീസിലെ ഏതൊക്കെയാണ് 4 പടം ഇറങ്ങിയിട്ടുണ്ട്, അതിനകത്ത് ഏതൊക്കെയാണ് ബെസ്റ്റ് പടമായിട്ട് തോന്നിയിട്ടുള്ളതെന്ന് താഴെ കമൻറ്റ് ചെയ്യുക. എനിക്ക് ആദ്യത്തെ 2 പാർട്ടാണ് ബെസ്റ്റായിട്ട് വന്നത്. ബാക്കി വന്ന 2 ആയിട്ടായിരിക്കും എല്ലാവർക്കും തോന്നിയത്. എനിക്ക് അതുപോലെ തന്നെ തോന്നിയത് കേട്ടോ. അപ്പൊ ആദ്യത്തെ 1-2 പാർട്ടായിരിക്കും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത്. പിന്നെ എന്തിനാണോ 2 പാർട്ട് ഇറക്കിയത്. ഈ രണ്ടാമത്തെ അനാക്കോണ്ട 2-ന്റെ തന്നെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ട് അനാക്കോണ്ട 4 ഇറക്കി. അതെന്തിനാണോ? സോ അനാക്കോണ്ട സീരീസിലെ ഏതാണ് ബെസ്റ്റ് പടം എന്ന് നിങ്ങൾ എല്ലാവരും താഴെ കമന്റ് ചെയ്യുക. എനിക്ക് 1-2 ആണ് പേഴ്സണലായിട്ട് തോന്നിയത്. പിന്നെ നിങ്ങളുടെ ഓരോരുത്തരുടെ താല്പര്യം ഓരോന്നായിരിക്കുമല്ലോ. അപ്പൊ നിങ്ങളുടെ താല്പര്യം കൂടെ താഴെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ഏത് ഡബിങ് ആയിരുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെടുക കൂടെ താഴെ കമന്റ് ചെയ്യുക. സൂര്യ ടിവിയുടെ ആണോ അതോ ഫ്ലവേഴ്സിന്റെ ആണോ? എനിക്ക് 2 അത്യാവശ്യം കുഴപ്പമില്ലാത്ത ആയിട്ടാണ് തോന്നിയത്. പക്ഷേ ഒരു പുതിയൊരു ഡബിങ് ആയിട്ട് തോന്നിയത്, ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്ത് നമ്മുടെ ഫ്ലവേഴ്സ് ടിവി ഡബിങ് ആണ്. കേട്ട് പരിചയമില്ലാത്ത കുറച്ച് സൗണ്ട് കേൾക്കാനായിട്ട് നമ്മുടെ ഫ്ലവേഴ്സ് ടിവി. സൂര്യ ടിവിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ എല്ലാത്തിലും ഒരാൾ തന്നെ കാണും, അയാളായിരിക്കും എല്ലാം ചെയ്യുന്നത്. അങ്ങനെ ഒരു സംഭവം ഉണ്ട്. പക്ഷേ ഇതിനകത്ത് അങ്ങനെ ഒരു സംഭവം ഇല്ലായിരുന്നു. എല്ലാവരും പുതിയ വോയിസ് ആയിട്ട് തോന്നിയ ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്തു. ലോ കോസ്റ്റ് ആണ് ചെയ്തെങ്കിലും ബെറ്റർ ആയിട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അനാക്കോണ്ട ഫസ്റ്റിന്റെ ഡബ് റിവ്യൂ നോക്കുകയാണെങ്കിൽ സൂര്യ ടിവിയുടെ ഡബിങ് ആയിരുന്നു ബെസ്റ്റ്. അപ്പോൾ അടുത്തതായിട്ട് നിങ്ങൾക്ക് ഏത് സിനിമയുടെ ഡബിങ്ങിന്റെ കമ്പാരിസൺ ആണ് ചെയ്യേണ്ടതെന്ന് കൂടെ താഴെ കമന്റ് ചെയ്യുക. അനാക്കോണ്ട ഫസ്റ്റിന്റെ സെക്കൻഡിന്റെ നമ്മൾ ഇതിനോടകം ചെയ്തു. ആ 3-4 എനിക്ക് കണ്ടിട്ട് പറയാൻ വയ്യാത്തത് കൊണ്ടാണ് ചെയ്യാത്തത്. മറ്റൊന്നും വിചാരിക്കില്ലേ, ആ പടം കാണാൻ വയ്യ. അതുകൊണ്ട് സബ്സ്ക്രൈബും ലൈക്കും ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ചെയ്തേക്കണം. ദാറ്റ് ഈസ് മൈ മോട്ടിവേഷൻ. സോ ബൈ. खत्म, बाय बाय, टाटा, गुड बाय, गया.